ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കണ്ടേ? കർത്താവ് തോണിയിൽ കയറിയിട്ട് അത്ഭുതം ചെയ്ത കഥയായിട്ടെന്ന് പറയണത്. മത്തായി 8:23-27. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിനോ ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. ഇതന്നെ ഈ വചനം തന്നെ മർക്കോസ് 4:39 പറയുന്നുണ്ട് കേട്ടോ. അടങ്ങുക, ശാന്തമാകുക. ഈ അടങ്ങുക, ശാന്തമാകുക എന്നുള്ള വചനം മാത്രം ഒരു പ്രെയർ ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവ് എനർജി വിട്ടുപോയിട്ടുണ്ട്. അസുഖങ്ങളായിട്ടും പേടിപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. മർക്കോസ് 4:39 അടങ്ങുക, ശാന്തമാകുക, കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഏക കർത്താവായ യേശുവേ, പ്രകൃതിയുടെ മേൽ നിനക്കുള്ള അധികാരം ഇപ്പോൾ പ്രകടമാക്കണമേ. അപ്പോൾ തന്നെ കാറ്റും കടലൊക്കെ ശാന്തമാവും. ഉൽപ്പത്തി 8:13. ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയോ എന്നറിയാൻ നോഹ ഒരു പ്രാവിനെ പുറത്തുവിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തു വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തു വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. ആദിയിൽ വെള്ളത്തിനു മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, പ്രകൃതിയിൽ ഇപ്പോൾ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ പറന്നിറങ്ങണമേ. അത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ വചനത്തിൽ പറയണത് എന്ന് പറഞ്ഞാൽ, കർത്താവും ശിഷ്യന്മാരും കൂടി യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും വരുമ്പോൾ ശിഷ്യന്മാർ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ അവസാനമാണ് കർത്താവ് എണീറ്റിട്ട് കാറ്റിനെയും കടലിനെയൊക്കെ ശാന്താക്കുക. കുറച്ച് സമയം പേടിയുണ്ടാവും. നമ്മളും അങ്ങനെ തന്നെ, നമുക്കും അങ്ങനെ കുറേ പേടിയൊക്കെ ഉണ്ടാവും. പേടിച്ചിരിക്കും നമ്മൾ, കർത്താവ് എന്താ പ്രവർത്തിക്കാത്തത്. പക്ഷെ കർത്താവ് എണീറ്റ് കർത്താവ് ശാന്താക്കുകയും ചെയ്യും കേട്ടോ. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് വരാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വചനത്തിലുള്ളൂ കേട്ടോ. താങ്ക് യു.